വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പോകുന്നത് കണ്ടർബൈ തന്നെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സെൻറ്റിനിയൽ പാർക്കിലോട്ടാണ്. ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്പോട്ട് കണ്ടുപിടിക്കുക, അവിടെ ഇരുന്ന് ഗ്രില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആൾക്കാരിവിടെ മെയിൻലി വരുന്നത് സ്വിം ചെയ്യാനും ബാത്ത് ചെയ്യാനൊക്കെയാണ്. പക്ഷെ നമ്മുടെ പ്ലാൻ ഗ്രില്ലിംഗ് ആണ്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഫസ്റ്റ് നമുക്കത് വായിക്കാം. എനിവേ, ചിൽഡ്രൻ പ്ലേ ഗ്രൗണ്ട്, ഫാം, പിക്നിക് ഗ്രൗണ്ട്. സോ വി ആർ പ്ലാനിങ് ടു ഗോ ടു ദാറ്റ് പിക്നിക് ഗ്രൗണ്ട്. കാരണം അവിടെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഫുഡും സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്കും അങ്ങോട്ട് തന്നെ പോവാം. ഇതൊക്കെ ഇവരുടെ പ്രോജക്റ്റ് ഒക്കെയാണ്. നമ്മൾ ആ ഫസ്റ്റ് എൻട്രൻസ് കയറുമ്പോൾ ഇവിടെ വീണ്ടും അവരുടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും നോട്ടീസും ഉണ്ട്. സോ ജസ്റ്റ് നോക്കുക, ഇവിടെ പെറ്റ്സ് അലൗഡ് അല്ല, എസ്പെഷ്യലി ഡോഗ്സ്. നമുക്ക് എന്തായാലും നേരെ നടക്കാം. പെറ്റ്സ് അലൗഡ് അല്ലെന്നല്ല, പട്ടിയെ തൊടലായിട്ടാണോ എന്ന് അവർ പറഞ്ഞേക്കണം. എന്നാൽ അത് കട്ടിയാണ്, കട്ട് ചെയ്യത്തൊന്നുമില്ല. സോറി ഗായ്സ്, ഒരു മിസ്റ്റേക്ക് പറ്റില്ല. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ഇവരുടെ പണ്ടത്തെ ഏതൊരു വണ്ടിയാണെന്ന് തോന്നുന്നു, പണ്ട് കാല മനുഷ്യർ ഉപയോഗിക്കുന്ന ഉന്തുവണ്ടി. എന്നാ ഉന്തുവണ്ടി. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. സമാധാനം കിട്ടാൻ പറ്റിയ സ്ഥലമാണ്. ഭാര്യയും ഭർത്താവും ഒക്കെ അടികൂടിയൊക്കെ ഇരിക്കുകയാണ്, ബോയ് ഫ്രണ്ടൊക്കെ ആയിട്ട് നിങ്ങൾ അടികൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനം കിട്ടാൻ വരാൻ പറ്റിയ സ്ഥലമാണ്. കാരണം എനിക്കത് ഇപ്പോഴേ ഫീൽ ചെയ്ത് തുടങ്ങി. ഇത് പിടിച്ചോ, സമാധാനം കിട്ടട്ടെ. വീഡിയോ എൻ്റെ കയ്യിലുള്ള ഇത് ചാർക്കോളാണ്. നമുക്ക് ഗ്രില്ല് ചെയ്യാം. കപ്പിൾ സ്പോട്ട്. ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ഇത് ക്ലോസ്ഡ് ആണ്. ഇതിലെന്തോ ടിക്കറ്റൊക്കെ എടുക്കണം. നല്ല ഭംഗിയുള്ള ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടം, പക്ഷേ പെയ്ഡാണ്. ഇതെന്താ? മസ്കഗ് എക്സ്പ്രസ്. ഇതോ ട്രെയിൻ. ഇതാണ് പണ്ടത്തെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടിരുന്ന സാധനം, 35 വർഷം മുമ്പ്. ഇവിടെ വാ, ഇതാണ് നമ്മുടെ ട്രെയിൻ. നല്ല മണ്ണെണ്ണയുടെ മണമുണ്ട്, അകത്തൊരു കുഞ്ഞ് ഫാനൊക്കെ ഉണ്ട്. ഇതെന്ത് ട്രെയിനാ? ഓക്കെ, അകത്ത് കയറാം. അകത്ത് വേണേ കയറാം. ഇതേ സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ട്. ഇത് പാസഞ്ചർ ട്രെയിൻ ആയിരിക്കും. സ്റ്റാഫ് സീറ്റ് ഇവിടെ, സ്റ്റാഫ് ഇവിടെ ഇരിക്കും, ബാക്കിയുള്ളവരവിടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ, എനിക്കൊരു വർക്ക് മറ്റേ വീക്ക് ഡേയ്സിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മ്യൂസിയം തുറക്കും തോന്നുന്നു. അപ്പം നമുക്ക് ഇതിലിരുന്നോണ്ട് ഇവിടെ ഫുള്ള് അങ്ങോട്ട്. അല്ല, ഇത് ട്രെയിനിന്റെ സ്റ്റേഷനാണ്. ഇതൊക്കെ എക്സ്പ്രസ് ഡേ. എടാ, ഇത് വർക്ക് ചെയ്യും കണ്ടോ? റെയിൽവേ സ്റ്റേഷനാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. നമ്മള് ഇതിപ്പോ വീക്കെൻഡ് ആണ്, സാറ്റർഡേ സൺഡേ. ഓപ്പറേറ്റിംഗ് അവേഴ്സ് ജൂൺ വീക്കെൻഡ്സ് 11 to 4 PM. ഞാൻ മണ്ടത്തില പറയണ മൊത്തം. എന്റെ കട്ട് ചെയ്ത് സൗണ്ട് ഇല്ല. ടിക്കറ്റ് 5 വയസ്സിൽ താഴെയാണ് ഫ്രീയാ. അപ്പൊ നിനക്ക് ഫ്രീയാ. അഡൽറ്റിന് $3.5 മറ്റേ $1.5. വരണ്ടേ ഇവിടെ? എനിക്ക് പോണല്ലോ ഇതിനകത്ത്. ഇത് ഉള്ളതാണോ? ആന്ന് ഇവിടെ വരണം നമ്മളപ്പ. ഇനി ഷിഫ്റ്റ് എടുത്ത് വെച്ച് വീക്കെൻഡ്സ് 11 AM to 4 PM, അതായത് ഇന്ന്. പിന്നെ ഇപ്പൊ ഉണ്ടാവണ്ടല്ലേ? ചിലപ്പം പണ്ടത്തെ ആയിരിക്കും. കണക്ക് എനിക്ക് ഇതെല്ലാം കൂടെ പിടിച്ച് നടക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇത് ക്രോസ് ചെയ്ത് നടക്കാം. ഇത് പണ്ടത്തെ JCB ആയിരിക്കും. ഇപ്പൊ ആ ട്രെയിൻ വർക്കിംഗ് ആണെങ്കിൽ ആ ട്രെയിനിൽ കൂടെ ഇരുന്ന് കാണേണ്ട സാധനങ്ങളായിരുന്നു നമ്മൾ നടന്ന് കാണുന്നത്. പക്ഷെ എന്താ ഇത് പണ്ടത്തെ JCB ആണെന്ന് തോന്നുന്നു. പണ്ടത്തെ എന്തോ കിടുതാ. അപ്പൊ ഏതായാലും വർക്ക് ചെയ്യുന്നതല്ലേ. ഇത് വാട്ടറിങ് സ്പ്രിംഗ്ലർ.
equipment used for making ice road to ഓക്കെ ഐസ് കളയുന്ന സാധനം എടി മറ്റേ നമ്മൾ ഉപ്പ് ഇടുന്ന സാധനം എന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം മെഷീനാട്ടോ. ഇത് മ്യൂസിയം ആണ് ഗൈസ്. ഇതെന്താ വഴി തെറ്റിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെനിക്ക് മനസ്സിലായി. ഇത് ഇപ്പോഴും ഉണ്ട് ഇതിന്റെ. ഇത് മഞ്ഞ് മാറ്റുന്ന സാധനമല്ല. നാട്ടിലൊക്കെ മറ്റേ കല്ലൊക്കെ ഇട്ട് കഴിയുമ്പോ ടാറിങ്ങിന്റെ ഒക്കെ പണിക്ക് റോട്ടാറിന്റെ. ഇത് നോക്ക്, ഇത് വേറെ എന്താ കണക്കാണ്. എന്താന്ന് എഴുതി വെച്ചത്? ചേടാ ഇവിടെ മറ്റേ ടാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പതിപ്പിക്കത്തില്ലേ? ടാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മണ്ടക്കൂടെ ഓടിക്കുന്ന വണ്ടി. അത് ചെയിൻ നീങ്ങാൻ. ഈ സാധനം എന്ന് പറഞ്ഞാൽ നേരത്തെ സാധനങ്ങൾ ക്ലിയർ ചെയ്യാനാണ്. എടി ഇതാണ് മഞ്ഞ് വരുന്ന സാധനം. അതെ അതേന്ന് ബോർഡില്ല ഇവിടെ ഒന്നിനും. ഞാൻ പറയുന്നു ഇത് മറ്റേ റോഡ് പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിന് ഉപയോഗിക്കുന്നതാണ്. റോഡ് പണിയുടെ എന്താ ഉള്ള ഈ സാധനം വെച്ചാണ് എക്സ്ട്രാ ഉള്ള ടാറിങ്സ് ഒക്കെ അവർ ഇങ്ങനെ പിന്നെ ടാറ് പൊളിക്കുന്ന. നമ്മളിപ്പോ ഉള്ളത് സോൺ 2-ലാണ്. സോൺ 1-നകത്ത് നമ്മൾ കണ്ടത് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു മ്യൂസിയത്തിനെ പറ്റി. ഇവർ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടികളും അങ്ങനത്തെ ഇവരുടെ കുറച്ച് സ്ഥലങ്ങൾ. ടൈം ഇപ്പം നമ്മളുള്ളത് ഇവിടെയാണ്, സോൺ 2-ൽ. യു ആർ ഹിയർ. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് ഇവർ എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കില്ല. അപ്പോൾ നമുക്ക് പോകാം. ഇത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. ആ ട്രെയിൻ ഉണ്ടായിരുന്നു, ഇതിലെ കൂടെ പോകുമായിരുന്നു. എനിക്ക് സങ്കടം വരുന്നു. $3 ഉണ്ടായിരുന്നു. ഓ മൈ ഗോഡ് ഗായ്സ്, ഇതിനകത്തൊക്കെ കയറാം. ആ ഗായ്സ് ഫ്ലോർ. ഇവിടെ ഫയർ സ്മാർട്ട് ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ്. എൻ്റെ സംഭവം റിലേറ്റഡ് ടു ഫയർ ആണ്. ഭാവി നീ ഫേമസ് ആകുമ്പോൾ ആൾക്കാർക്ക് വായിക്കണമെങ്കിലും വായിക്കട്ടെ. നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്കകത്ത് പല മണ്ടത്തരങ്ങളും കാണും. കാരണം ഞാൻ ഇന്നേ വരെ യൂട്യൂബ് വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് എന്താ വിളിച്ചു പറയുന്നതെന്ന് അറിയില്ല. പൊതുവേ വാക്കുകൾ വൃത്തിക്ക് ഉപയോഗിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടിയാണ് ഞാൻ. ഇതൊന്നും എടുക്കാത്തതുകൊണ്ട് ബങ്ക് ഹൗസ്. അയ്യോ നോക്കിയിട്ടൊക്കെ കേട്ടെ. ഈ ഹോംലെസ്സിനൊക്കെ വേണമെങ്കിൽ രാത്രി ഇവിടെ ഒന്ന് കിടന്നുകൂടെ? നല്ല തടി പൂത്ത മണം, വൃത്തിയായിട്ടൊരു മണം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല മണം. ഇതെന്ത് ഇത്? ഇതിനകത്ത് തീ കത്തിച്ചാണ് ഇവിടെ ചൂടുണ്ടാക്കണേ. ഇത് ഫയർ റിലേറ്റഡ് എന്തോ സാധനങ്ങളാണ്. എനിക്ക് ഇവര് തീ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ആൾക്കാർ കിടക്കുന്ന സ്ഥലമായിരിക്കണം പണ്ടത്തെ അല്ലേ? ബങ്കർ. എന്താ ബങ്കർ എന്ന് പറഞ്ഞാൽ എന്താ? മേ ബി ഇവിടുത്തെ വർക്കേഴ്സ് ഒക്കെ ഇല്ലേ, ഈ റെയിൽവേയിലും അതിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് താമസിച്ചുകൊണ്ടിരുന്ന അവരുടെ വല്ല അപ്പാർട്ട്മെന്റ്സും ആയിരിക്കും ഇത്. സോ അവരുണ്ടാക്കുന്ന ഫയർ ആയിരിക്കും. നമ്മൾ ഗസ് ചെയ്യുന്നതാണ്. ഇതല്ല ഇതിന്റെ ഹിസ്റ്ററി എങ്കിൽ ഞങ്ങൾ ആരും തല്ലരുത്. ഇതിന്റെ ഹിസ്റ്ററി അറിയാവുന്ന വായിക്കാൻ പറ്റത്തില്ല. ഗസ് ചെയ്യാണ്. അവരുടെ ഹിസ്റ്ററിയേക്കാളും നമ്മളൊരു ഹിസ്റ്ററി ഉണ്ടാക്കുമ്പോഴാണ് ഗൈസ് അത് യഥാർത്ഥ ഹിസ്റ്ററി ആവുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഹൗസിൽ പോവാം. ആക്ച്വലി ഇവിടെ ഇത്രയും റെന്റ് കൊടുത്ത് താമസിക്കുന്നത്. ഈ വീട്ടിൽ വന്ന് ഒളിച്ച് താമസിച്ചപ്പോഴേ എന്റെ കർത്താവേ എനിക്ക് പറ്റത്തില്ല. ഇത് റെസ്റ്റോറന്റ് ആണ്. നിങ്ങൾ കയറി കാണുക കേട്ടോ. എനിക്ക് ഈ മണം സഹിക്കാൻ പറ്റുന്നില്ല. ഇത് അപ്പൊക്കെ ചുടുന്ന അടുപ്പാന്ന് എനിക്ക് തോന്നുന്നു. അടുപ്പ് ലുക്ക് ലൈക്ക് അതെ ഇത് അടുപ്പാണ് ഗൈസ്. ഇതെല്ലാം പണ്ട് കാലത്തൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. ഇതൊക്കെ ഫ്രീ ആയിട്ട് തുറന്നു വെച്ചിക്കോ. ഇപ്പൊ എനിക്ക് തണ്ടർബേർഡ് ഇച്ചിരി റെസ്പെക്ട് വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ മുമ്പ് നിന്ന സ്ഥലത്ത് ഇത് റെസ്റ്റോറന്റ് ആണ്. ഇല്ല ഇവിടെ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് തുറന്നു വെച്ചിട്ടില്ലേ? പണ്ടത്തെ റെസ്റ്റോറന്റ് ആണ്. ഇവിടെയൊക്കെ ആയിരിക്കും മെനു ഒക്കെ വെക്കുന്നത്. ഇവിടെ ആയിരിക്കും. ഇത് കിച്ചൺ. ഇതിനെല്ലാം തടി കൊണ്ടുള്ള കളിയാട്ടോ. ഫസ്റ്റ് ഇവിടെ കയറാൻ പറ്റുമോ? നമുക്ക് ഉറപ്പുണ്ടോ? അതല്ലെങ്കിൽ ഒരിക്കലും തുറന്നിട്ടില്ല കയറാൻ. ഇത് കണ്ടോ, ഇത് മറ്റേ ചപ്പാത്തി ഓരോന്നും എന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞു. ചപ്പാത്തി പറ്റുന്ന സാധനം. ഇത് മറ്റേ അരിക്കുന്ന അരിപ്പ. ഓ മൈ ഗോഡ്, വലിയ അരിപ്പ. പാന്. മറ്റേ ഇത് മറ്റേ ബെല്ല്, ഓർഡർ എടുക്കുന്ന ബെല്ലായിരിക്കും. നല്ല ഭംഗിയുണ്ട്. ഇതെന്താ? ഓക്കെ, ഇവിടെയാണ് ഫ്രയറും. ഇത് ഫ്രയർ കാണാവോ ആവോ? ഇത് ഫ്രയർ, ഇത് ഗ്രില്ല്, സ്റ്റൗ, ഇതൊക്കെ. ഇത് വാഷ് ബേസിൻ, അതൊരു ഫോട്ടോ ഗാലറി, ഇതുവരുടെ പൈപ്പ്. ഇതാണ് മെയിൻ കിച്ചൺ. അപ്പൊ ഇത് കൂട്ടാണ് സ്റ്റേഷനാണ്, സെർവ് ചെയ്യാനുള്ള സ്റ്റേഷനും. അതാണ് ഫ്രയർ. ഫ്രൈ ചെയ്യുന്ന സാധനം. പിന്നെ ഇത് മറ്റേ സ്മാഷ് ചെയ്യുന്ന സാധനം. ഓ മൈ ഗോഡ്, പക്ഷെ ഇത് മണമാണ് സഹിക്കാൻ പറ്റില്ല. വർക്ക് ചെയ്താൽ സമ്മതിക്കണം. ഇവർക്ക് ഫ്രിഡ്ജ് ഇല്ലായിരുന്നു തോന്നുന്നു. ഫ്രിഡ്ജ് എന്ത് ചെയ്യുന്നുണ്ടോ? ഇതേ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഒരു ട്രൈ ഉപയോഗിച്ചോണ്ടിരുന്നത്. ഇവിടെയൊക്കെ ആയിരിക്കും ആൾക്കാർ വന്നിരുന്ന് കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഇവിടുത്തെ വർക്കേഴ്സിന്റെ ക്യാൻറ്റീൻ ആണെന്നാണ്. ഇത് കോട്ട് തൂക്കുന്നത്. ഇത് ഇപ്പോഴും ഉണ്ട്.
ഇങ്ങനത്തെ സാധനങ്ങൾ. ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ചെല്ലുന്ന. You gonna close it? I'm closing it soon, but you guys can take a look. Okay. Thank you. So it's like the whole camp closes at 5? No, you guys can still walk around, but I'm just locking up all these What windows. okay. about the trail? Is it working on? The trail? No? No, it's broken. Okay. It broke on the first day. Okay. Okay. Oh, are they gonna fix it soon or? They told me a couple days ago they're hoping by like the last week of August. Oh, So too long. Yeah. Okay. Thank you. ഇത് അടയ്ക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ അടയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇത് കണ്ടിട്ട് എനിക്ക് കട്ടില് പോലെയാണ് തോന്നുന്നത്. അവന്റെ ജോലി എനിക്ക് കിട്ടുമായിരുന്നു, വെറുതെ ഇരുന്ന് കുറച്ച് കാശ് ഉണ്ടാക്കായിരുന്നു. അവനോട് ചോദിക്കാൻ പറ്റില്ല. ഇത് ബെഡ്റൂമാണ് ഗൈസ്. ഇത് കട്ടിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല ഇത് കട്ടിലാണെന്ന്. പിന്നെ ഇതെന്താ ഇതെന്നാണെന്ന് മനസ്സിലാവുള്ളൂ. ഇതെന്ത് കമ്പ്യൂട്ടർ ടൈപ്പിലോ? ഇത് നല്ല വിദഗ്ധമായിട്ട് ഒന്നും എഴുതി വെച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എല്ലാം ഊഹിക്കാം. ഇവിടെ ഇത് കൂട്ടാണ് സിങ്ക് സിങ്ക് സിങ്ക്. ഇതെന്തൊക്കെയാണ്? ഇരിക്കുന്ന നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മനുഷ്യനാണ് ചെറുക്കൻ, നല്ലതാണ്. അവൻ ഞങ്ങളോട് കയറി കണ്ടോളാൻ പറഞ്ഞു. അടി 5 മണിക്ക് അടയ്ക്കേണ്ട സാധനം 3 മണിക്ക് അവൻ അടച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കുന്നവനാണ് അവൻ. അവൻ്റെ കയ്യിലും കാലിലൊക്കെ നിറയെ മുറിവ് കഴിച്ചു. ഇവിടെ ഒരു ആനിമലും ഉണ്ട്, കണ്ടപ്പോൾ എനിക്ക് എങ്ങനെ തോന്നി, അവന് മാന്തി പോലെ എനിക്ക് തോന്നി. സ്റ്റേബിൾ, അതെന്താ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ? ഫ്ലവറൊന്നും പിടിക്കാമോ? ഓക്കെ, അവനെല്ലാം പൂട്ടിയിരിക്കുന്നു ഗൈസ്, ഇനി നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് അതിൻ്റെ ടൈം അല്ല, ഇത് തുറന്നിട്ടിട്ടുണ്ട്, അപ്പോൾ ഇത് കോഴിക്കോട് വല്ലതായിരിക്കും അവരുടെ ഫാം. അവർ ഫാം എന്ന് പറഞ്ഞായിരുന്നു ഇതിനകത്ത്. ഇത് ഫാമും കോമൊന്നും അല്ല. ഇതൊക്കെ കാണുമ്പോൾ ഇത് മറ്റേ നമ്മുടെ എന്താ ലയിത്തോ സാധനം ഇല്ലേ, മറ്റേ സാധനം. ഇതൊക്കെ വാക്കത്തി അങ്ങനത്തെ കത്തികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. ഈ ഹൗസ് എല്ലാം പൂട്ടിയിട്ടേക്കാണ്. ഇത് സ്റ്റേബിൾ എന്ന് പറയുന്നത് എന്താ സാധനം എന്താണെന്ന് അറിയില്ല. വാട്ടവർ ഇതെല്ലാം പൂട്ടിയവർ, അവരുടെ ടൈം പീരീഡ് കഴിഞ്ഞു തോന്നുന്നു. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സോനയാണ്. സ്റ്റീം ബാത്ത്. പണ്ടത്തെ സെറ്റപ്പ് ഒക്കെ ആയിരുന്നല്ലേ? ഇവിടെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. അല്ല, ഇവിടെ ഇരിക്കുന്നേ. അമ്മേ തലയിടിച്ചു ഗൈസ്. അതായത് ഈ കല്ല് നന്നായിട്ടിരുന്നു. ഒന്നും കാണാൻ വയ്യ, എന്നാലും ഇവിടെ കുറെ കല്ലിരിപ്പുണ്ട്. ആ കല്ലിരുന്ന് കത്തി ചൂടായി ഇതിനകത്ത് വന്ന് ചൂട് കിട്ടും. യെസ്, ഈ റൂം എല്ലാം അടച്ചിട്ടേക്കുമായിരിക്കും. നമുക്കിരുന്ന് വേർക്കും. നമുക്ക് റെയിൽവേ പാളത്തിൽ കൂടെ നടന്നാലും എന്താണേലും ഇവിടുത്തെ കുട്ടി വീടല്ല ഇവർ പൂട്ടിയത്. ട്രെയിൻ വരുമെന്ന് പേടിക്കാൻ വേണ്ട. വർക്ക് ചെയ്ത ആദ്യത്തെ ദിവസം തന്നെ ട്രെയിൻ അടിച്ചു പോയി. ഇനി ഓഗസ്റ്റ് ലാസ്റ്റ് ആവും അത് ഫിക്സ് ചെയ്യാനെന്നാണ് ഇവിടുത്തെ ടീംസ് പറഞ്ഞത്. അതെ, $2 $3 ഒക്കെ ഉള്ളൂ, വളരെ ചീപ്പാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ പിക്നിക് ഉണ്ടാക്കുന്ന അത്രേ ഉള്ളൂ. സോ നിനക്ക് ക്യാമറമാൻ പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള പിക്നിക് ഏരിയ വേണ്ട, ഇതുപോലത്തെ എവിടെയെങ്കിലും ഇരിക്കാനാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അനുസരിക്കാണ്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷേ ഐ പ്രിഫർ പിക്നിക് പാർക്ക്. വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ത് സ്ഥലം. പിന്നെ ഇത് കൊള്ളില്ല. അവിടെ ഇരിക്കാൻ പോയിട്ടൊരാൾക്ക് മിക്ക ആൾക്കാരില്ല. എനിക്ക് വേണം, എനിക്ക് ഇത് പുഴയുടെ അരികത്തിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാകുമ്പോഴത്തേക്ക് നമുക്ക് കയ്യും കാലൊക്കെ കഴുകാൻ വെള്ളത്തിന് എവിടെയും പോകണ്ട. ഞങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് ഒരു കാർ ട്രിപ്പ് പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഇടയുണ്ട് ഗൈസ്. പക്ഷേ ഈ ഇടയിൽ കൊണ്ട് കാര്യം, ഈ ഇട താഴത്തോട്ട് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല. ഇനി പൊട്ടി ഇറങ്ങണം, അതിനാണല്ലോ നമ്മൾ വന്നേക്കണേ. ഇവിടെ അതിനുള്ള സംവിധാനം ഇല്ലെന്ന് ഉണ്ടല്ലോ. നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടില്ല. അതുപോലെ വെള്ളത്തിനോട് പതിഞ്ഞ സ്ഥലമാണ് ഞാൻ ഉദ്ദേശിക്കണേ. ഇവിടെ ബാ കണ്ടോ, ഇയാൾക്ക് വാശി, ഇയാളുടെ വാശി എൻ്റെ ആഗ്രഹത്തിൻ്റെ ഇടി, അവിടെ നല്ല സ്ഥലമുണ്ടെന്ന്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വാശി. വാ, ഇല്ല വേഗം ഇറങ്ങി വാ. എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. നിനക്ക് നല്ല വെയിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തീറ്റ കുറയ്ക്കണം. എന്നാ ഞാൻ ഈ കൽക്കരി അങ്ങനെ ഇടട്ടെ. വേഗം വെള്ളത്തിൽ പോയാൽ പിടിക്കും ഞാൻ. എൻ്റെ കയ്യിൽ ഇത്രയും വെയിറ്റ് ഉള്ള സാരം 2 കയ്യിലും പിടിച്ചോ. നല്ലൊരു പരിപാടിക്ക് വന്നിട്ട് മുണ്ട് കളയല്ലേ. ആവശ്യത്തിന് ഇടയുണ്ട്, അവിടെ വലിയ കുത്തിറക്കൊന്നുമല്ല. ചുമ്മാ നേരെ നിന്നങ്ങ് നടന്നു പോകുന്ന വെച്ചാൽ മതി. എൻ്റെ കയ്യിലേ ഒരു ബാഗ്, പവർ ബാങ്ക്, ക്യാമറ. അതാവും തന്നെ.
എന്നാ പിടിച്ച നല്ല വെയിറ്റ് ഉണ്ട് നീ ഉദ്ദേശിക്കുന്നതിൽ. തോളത്ത് കിടക്കുന്നതിന്റെ എത്ര വെയിറ്റ് ഉണ്ടോ? അതിലും ഉണ്ട്. അവിടെ പോയിരുന്നു നമുക്ക് അവിടെ ഉണ്ടാക്കാം. ശാന്തസുന്ദരമായ സ്ഥലം, മറ്റേവരെ നമുക്ക് കാണാൻ പോലും പറ്റില്ല. ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ ഇതാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം. ഇതിനകത്ത് കുളിക്കാമെന്നാണ് എൻ്റെ വിശ്വാസം, പക്ഷെ തോർത്തൊന്നും എടുത്തിട്ടില്ല. കാരണം അപ്പുറത്ത് അവരൊക്കെ വെള്ളത്തിൽ ചാടുന്നുണ്ടായിരുന്നു. വേറെ എന്തൊക്കെയാണ് കുട്ടി ഉദ്ദേശിക്കുന്നത് ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ എന്ത് സെറ്റപ്പ് ആടി? അതെ, ബാർബിക്യൂ സെറ്റപ്പ് റെഡിയാക്കാൻ പോകണം. അത് നമുക്ക് ആദ്യം നമ്മുടെ ബാഗ് അൺബോക്സ് ചെയ്യാം. തുറക്ക്. ഇതാണ് തുറക്കണം, അല്ല ഇത് തുറക്കണം. ഇത് നമ്മുടെ കുറച്ച് ബ്രെഡാണ്. നമ്മൾ ബ്രെഡ് ഇവിടെ വെച്ചു. ഞാനൊരു എക്സ്ട്രാ പീസ് ഓഫ് ക്ലോത്ത് എടുക്കാൻ മറന്നുപോയി. ഇത് നമ്മൾ മാരിനേറ്റഡ് ചിക്കൻ നമ്മൾ ബാർബിക്യൂ ചെയ്യും. പിന്നെ ഇതാണ് നമ്മുടെ ബാർബിക്യൂവിൻ്റെ പാത്രം. ഇവിടെ കരിയൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ചെറിയൊരു സെറ്റപ്പാണത്. എന്നിട്ട് നമ്മൾ കരി കൊണ്ടുവന്നിട്ടുണ്ട്. കരി എന്തിയെ? കരി ഇട്ടെ. കരിയുടെ ലാമ്പ്. ഇത് മണ്ണെണ്ണ കൂട്ടൊരു സാധനം, വേഗം തീ പിടിപ്പിക്കാൻ വേണ്ടി. നമ്മൾ കുറച്ച് കരി ഇടുക. ശടപടെ എന്നിട്ടോ. ഇവിടെ ഈ ലെവല് മണ്ടല്ല, ഒത്തിരി ആവണ്ട. എടുത്തേ. നമ്മൾ കരി ഇട്ടു. ഇതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. എന്നിട്ട് നമ്മൾ കുറച്ച് തീ കത്തിക്കുന്ന സാധനം നമ്മൾ ഒഴിച്ചു. മണ്ണെണ്ണ പോലത്തെ, മണ്ണെണ്ണയില്ല, ആ ടൈപ്പ് ഒരു സാധനമാണ്. എന്നിട്ട് ഇത് ലൈറ്റർ. അറിയത്തില്ല അഞ്ഞിട്ടില്ല ഗൈസ്, കത്താൻ നല്ല പാടാണ്. അങ്ങനെ നമ്മൾ തീ ഇട്ടിരിക്കുന്നു. ഇത് നമ്മുടെ വെക്കാനുള്ള സാധനം നമ്മൾ മണ്ടേ വെക്കുകയാണ്. അല്ല, ഇത് കനലാവണ്ട, എന്നിട്ടല്ലേ ശരിയാവുള്ളൂ. തീ വരാൻ പാടില്ല, അത് കനലാവണം. അത് തീ കത്തിയാലല്ലേ കനലാവുള്ളൂ. ഇതെന്താ അത്? അങ്ങനെ നമ്മുടെ കനലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ എടുത്ത് ഇടാൻ പോവുകയാണ്. ഞങ്ങളുടെ ചിക്കനിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, വെച്ചതേ ഉള്ളൂ, അപ്പോഴേ നല്ല മണം. ഈ പോട്ട് മേടിച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. സോ ഇത് നല്ലതാണെങ്കിൽ ഹൈലി ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും. എന്ത് ഈ സാധനം എവിടെ കിട്ടും? ഇങ്ങനെയൊക്കെ യൂട്യൂബേഴ്സ് പറയുന്നത്. ഞാൻ ഓരോ വീഡിയോ കണ്ട് പഠിച്ചതാണ് ഗായ്സ്. ഇവനറിയത്തില്ല. എനിക്കാണെങ്കിൽ എനിക്ക് എസ്തറ്റിക്കിനകത്ത് ഒന്നും ചെയ്യാൻ അറിയത്തില്ല സ്വന്തമായിട്ട്. ഞാൻ എടുക്കുമ്പോൾ ഒന്നും അങ്ങനെ വരാറില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഭ്രാന്ത് കറിയൊക്കെയാണ്. പക്ഷെ എത്ര അങ്ങോട്ട് ശ്രമിച്ചിട്ട് ഒന്നും അങ്ങോട്ട് കലങ്ങുന്നില്ലതാ ഗായ്സ്. നമ്മുടെ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. കുറച്ച് കരിഞ്ഞു പോയി, പക്ഷേ കരിഞ്ഞു പോയതല്ല, അതങ്ങനെയാണ് വരേണ്ടത്. അടുത്തത് ടേസ്റ്റിംഗ് ആണ്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ മറന്നുപോയി. സ്പൂണ്, പാത്രം, അതൊന്നും എടുക്കാത്തോണ്ടേ തിന്നാനുള്ള സാധനം മാത്രം, ശരിക്കും നമുക്ക് ഇടാനുള്ള സാധനം ഒന്നും എടുത്തു. അങ്ങനെ ഒരു സെറ്റ് റെഡി. എന്നിട്ട് നമുക്ക് ബാക്കിയും കൂടെ കനലിലിട്ട് വെക്കാം. ഇത് റെഡി ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് മറ്റേത് കഴിച്ച് തീർക്കാം. അതിന് മുമ്പ് എന്തോ എസ്തെറ്റിക് വൈബ് എന്ന് പറഞ്ഞ് അവിടെ എന്തൊക്കെയോ ചിക്കൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. ചിക്കൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാ ഗ്രൗണ്ടും ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ എസ്തെറ്റിക് വൈബ് എന്ന് പറയുന്ന സാധനം. ഒരു ബുക്കുണ്ട്, വെള്ളമുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ലിപ്സ്റ്റിക്കും സൺസ്ക്രീമും സ്പീക്കറും പവർ ബാങ്കും. ഇതൊക്കെ നമ്മൾ സമ്മറി ട്രിപ്പ് ചെയ്യുമ്പോൾ വേണ്ടതാണ്. ഗേൾസിന് ട്രിപ്പ് ചെയ്യുമ്പോൾ ആകെപ്പാട് ആവശ്യമുള്ള ഒരേ ഒരു സാധനം ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക് കൊണ്ട് നമുക്ക് നമ്മുടെ മുഖത്തുള്ള എല്ലാ അപാകതകളും കുറയ്ക്കാം. പ്രത്യേകതരം പറ്റാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ടെസ്റ്റിലേക്ക് നടക്കാം. ഇനി എനിക്ക് വയ്യെന്നില്ല ഒത്തിരിക്കൊന്നും കാണാൻ. ഇത് തിന്നാൻ സമ്മതിക്കുകയല്ലോ ഗൈസ്. ഇത് ഞങ്ങൾ ചിക്കന് വേണേ കൂടെ തിന്നാൻ സോസ് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ടൊമാറ്റോ സോസ്, അല്ല ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ട് വന്നതാണ്.
റവലോണിൻ്റെ ആൾക്കാർ ഇത് കണ്ടിട്ട് എനിക്ക് നാളെ തൊട്ട് ഇതുവഴിയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാ കുറച്ച് കെച്ചപ്പ് ഇതായാലും തുണിയെ കെച്ചപ്പാവും. തുണികളൊന്നും ആക്കിയിട്ടില്ല. ഞാൻ എസ്റ്റിറ്റി ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ബാക്ക്ഗ്രൗണ്ട് നിൽക്കേ. ആദ്യം ഗൈസ് നിങ്ങൾക്ക് നിങ്ങൾ ഞങ്ങളുടെ ഈ ജേണി ഞങ്ങളുടെ കൂടെ തുടക്കം തൊട്ടുണ്ടായിരുന്നു. സോ ഡയലോഗ് അടിക്കേണ്ട വേഗം കഴിയും, ചാർജ് ഇപ്പം തീരും. അവന് മര്യാദ ഇല്ലല്ലോ എനിക്കുണ്ടത്. കുഴപ്പമില്ല, എന്നാ കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് ഇത്രയും കട്ടി. പക്ഷെ കരി കടിക്കുന്നുണ്ടോ? പിന്നെ കഴിഞ്ഞതിന് പിന്നെ കരിയല്ലാണ്ട് പിന്നെ ഇതിനകത്ത് വലിയ കരിയൊന്നുമില്ല. കരിയുള്ള നമ്മളിങ്ങനെ കരി കളഞ്ഞാൽ മതി. കുറച്ച് സോസ് മുക്കുക, പിണ്ണുക. എല്ലാം പറയാനുണ്ട്. ഓഫ് ചെയ്യാൻ പോവാ. കഴിഞ്ഞോ? ഓക്കെ.